കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പോലീസ് ഒത്തുകളിച്ചുവെന്ന് ആരോപണമുയരുന്നു. KSU പ്രവർത്തകരുടെ മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശിഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം പ്രൈം ടൈമിൽ വരികയാണ്. സൂരജ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ, പോലീസിന്റെ ഒത്തുകളി ഉണ്ട് എന്ന് ആരോപിക്കുന്നത് ആരാണ്? SFIയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തുന്നത്. പക്ഷേ അവരുടെ സർക്കാർ ആയതുകൊണ്ട് തന്നെ SFIക്ക് സ്വാഭാവികമായും പരസ്യമായി ഇതിൽ പ്രതികരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർ ഔദ്യോഗികമായി തന്നെ ഒരു പരാതി നൽകുന്നതിനടക്കം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനിടയിലാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ഹോളി ഗ്രേസിലാണ് ഈ ഡി സോൺ കലോത്സവത്തിന് ഇടെ സംഘർഷം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത KSU ജില്ലാ പ്രസിഡന്റ് അടക്കം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇവരെ ഈ മാള ടൗണിൽ എത്തിച്ച ശേഷം ഈ ആംബുലൻസിൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം 24 പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഈ കേസിൽ 10 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അതിൽ ഒന്നാം പ്രതിയായി കേസെടുത്തിരിക്കുന്നത് KSU പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആശിഷിനെയാണ്. ആശിഷിനെ ഇതിൽ ഒന്നാം പ്രതിയാക്കുകയാണ്. തലക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ആശിഷ് ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശിഷിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കെയാണ് ആശിഷിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 ദിവസത്തിലധികം ചികിത്സയിലുണ്ടായിരുന്ന ഫെദൽ കാസ്ട്രോയെ 7ാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ കേസുകൾ വിചാരണ വേളയിൽ കോടതിയിൽ എത്തുന്ന സമയത്ത് അവിടെ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഒന്നാം പ്രതിയാകുന്ന കേസിൽ ആ പരാതിയിലെ ഇരയായ SFI നേതാവിനെ ഒന്നാം പ്രതിയാക്കുന്നതിലൂടെ 2 കേസുകളും കോടതിയിൽ കോംപ്രമൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ മാള പോലീസ് ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് SFI ഉയർത്തുന്ന ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനടക്കം പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ SFI ഉള്ളത്. ഈ ആംബുലൻസിലടക്കം രക്ഷപ്പെടാൻ പോലീസ് സഹായമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് SFI ഉയർത്തുന്ന ആരോപണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ പോലും ക്രൂരമായ മർദ്ദനത്തിനിരയായ കേരളവർമ്മയിലെ വിദ്യാർത്ഥിയെ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നതെന്ന ആരോപണമാണ് SFI ഉയർത്തുന്ന.